Good morning. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ ഒരു പ്ലേറ്റ് നിറയെ മുറുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ഒരു മുറുക്കിന്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ. അപ്പോഴാണ് എത്ര ഈസിയാണ് ഈ ഒരു സ്നാക്ക് റെസിപ്പി എന്നുള്ളത് മനസ്സിലാവുക. നിങ്ങളപ്പോൾ ഇതുപോലെ മുറുക്കുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പൊട്ടുകടല മുറുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. പൊട്ടുകടല എന്ന് പറയുമ്പോൾ നമ്മൾ ചട്നിക്കൊക്കെ അരയ്ക്കുന്ന കടലയില്ലേ, അതാണ് പൊട്ടുകടല. അതുപോലെ തന്നെ അതിലേക്ക് എടുത്തിരിക്കുന്നത് എരിവുള്ള മുളക് പൊടി 3 ടീസ്പൂൺ. അതുപോലെ തന്നെ എടുത്തിരിക്കുന്നത് എരിവുള്ള മുളക് പൊടി 3 ടീസ്പൂൺ, 1 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ക്യൂമിൻ സീഡ്സ്. പിന്നെ എൻ്റെ കയ്യിൽ കറുത്ത എള്ളില്ല, അതുകൊണ്ട് ഞാൻ വെളുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. 3 ടീസ്പൂൺ വെളുത്ത എള്ള് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കറുത്ത എള്ള് 3 ടീസ്പൂൺ എടുക്കാം. എള്ളിൻ്റെ അളവ് നമുക്ക് പ്രശ്നമല്ല. പിന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ വേണം. അൺസോൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ ഉപ്പിൻ്റെ അളവ് ചെക്ക് ചെയ്യുക. സോൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർക്കാം കേട്ടോ. കൂടുതൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉപ്പിൻ്റെ അളവ് തെറ്റിപ്പോവും. അതുകൊണ്ട് സോൾട്ടഡ് ബട്ടർ ആണോ അൺസോൾട്ടഡ് ബട്ടർ ആണോ നമ്മൾ ചേർക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ കായപ്പൊടി. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ പൊട്ടുകടല ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം. അതിനുശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് കുഴച്ചെടുക്കാനായിട്ട്. പൊട്ടുകടല എണ്ണ ഇല്ലാതെ റോസ്റ്റ് ചെയ്തെടുക്കുക, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് കളർ മാറുന്നത് വരെയൊന്നും നമ്മൾ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടുകടലയ്ക്ക് അധികം കുക്കിംഗ് ടൈം ഇല്ല. അതുകൊണ്ട് തന്നെ വേഗം കുക്കായി കിട്ടും. പിന്നെ നമ്മളിത് പൊടിക്കുമ്പോൾ മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുക. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കട്ടെ. പൊട്ടുകടല എന്ന് പറയുമ്പോൾ കടല പരിപ്പല്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പൊട്ടുകടല എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് പൊട്ടുകടല ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഞാൻ ചൂടായി കഴിഞ്ഞിട്ട് പൊടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇനി നമ്മുടെ പൊട്ടുകടല നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ചെറിയ ജാറിൽ പൊടിക്കുമ്പോഴാണ് ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുക. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മുറുക്ക് കറക്റ്റ് ആവില്ല. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വലിയൊരു ബൗൾ എടുക്കാം. ഞാനിപ്പോൾ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടി, അതുപോലെ തന്നെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള പൊട്ടുകടലയുടെ പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. കായപ്പൊടി നിർബന്ധമാണ് കേട്ടോ. നമ്മുടെ മുറുക്കിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കായത്തിൻ്റെ ടേസ്റ്റൊക്കെയാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് 3 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, മുറുക്കിന് ആവശ്യമായ ഉപ്പ് നമ്മൾ കുഴച്ച് വരുമ്പോൾ കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ചേർക്കാം. ഇതിനി എല്ലാം ചേർത്തൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. ആദ്യം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും ഉപ്പും കായവും ഒക്കെ ഒന്ന് മിക്സ് ആയി വരണം. ഈ സമയത്ത് തന്നെ നമുക്ക് എള്ളും അതുപോലെ തന്നെ ജീരകവും ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണാണ് നമ്മൾ ബട്ടർ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഈ എള്ളും ജീരകവും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് നമ്മുടെ ബട്ടർ മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടർ നിങ്ങളുടെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആണെങ്കിലും കൈ ഉപയോഗിച്ച് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അതാണെങ്കിലും കുഴപ്പമില്ല. ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് സോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പ് ചെക്ക് ചെയ്യുമ്പോൾ ഉപ്പ് കറക്റ്റ് ആയിരിക്കും. ഇനി ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ സോൾട്ടഡ് ബട്ടറാണോ അൺസോൾട്ടഡ് ബട്ടറാണോ എന്നുള്ളതനുസരിച്ച് ഉപ്പ് ചെക്ക് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് ഈ ബട്ടറും കൂടി തിരുമ്മി മിക്സ് ചെയ്ത് ചേർക്കുക ഈ ഒരു പൊടിയിലേക്ക്. പിന്നെ നമ്മൾ സാധാരണ ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വാട്ടറിൽ, ചൂടുവെള്ളത്തിലൊന്നും കുഴയ്ക്കേണ്ട ആവശ്യമില്ല, നോർമൽ വാട്ടറിൽ കുഴച്ചെടുക്കുക. ഇതിപ്പോൾ ഒന്ന് പൊടിക്ക് നനയ്ക്കുന്ന പോലെ ഒന്ന് ചെറുതായിട്ട് നനഞ്ഞ് കിട്ടും നമ്മൾ ഈ ബട്ടർ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ. അതിനുശേഷം സാധാരണ വെള്ളത്തിൽ കുഴച്ചെടുക്കുക. അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ ഇതിലേക്ക് നെയ്യൊന്നും ചേർക്കരുത്, ബട്ടർ തന്നെ ചേർക്കുക. അപ്പോഴാണ് നമ്മുടെ മുറുക്കിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ പല രീതിയിലുള്ള മുറുക്കുകൾ ചെയ്തിട്ടുണ്ട്. ചുറ്റുമുറുക്ക് ചെയ്തിട്ടുണ്ട്, സാധാരണ മുറുക്ക് ചെയ്തിട്ടുണ്ട്, അരിമുറുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നീതാസ് ടേസ്റ്റ്ലാൻഡ് മുറുക്ക് റെസിപ്പി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മുറുക്കുകളുടെ ഒക്കെ റെസിപ്പി നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ
കുറച്ച് ദിവസത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്ന സ്നാക്സൊക്കെ നേരത്തെ റെഡിയാക്കി വയ്ക്കാം. ഇടയ്ക്ക് കുട്ടികൾ കളിച്ച് വിഷമിച്ചൊക്കെ വരുമ്പോൾ കുറയ്ക്കാനോ അല്ലെങ്കിൽ വൈകിട്ട് 4 മണിക്ക് ചായക്ക് കുറയ്ക്കാനോ ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് പൊടിയിലേക്ക് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ചായിട്ട് വെള്ളം ചേർക്കാം. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പാകത്തിനേക്കാൾ ഒന്നുകൂടി ഒന്ന് ലൂസായിട്ട് കുഴച്ചെടുക്കണം. വല്ലാതെ ടൈറ്റായിട്ട് കുഴയ്ക്കരുത്. വല്ലാതെ ടൈറ്റായിട്ട് കുഴച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ കൂടുതൽ ബലം കൊടുക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് ലൂസായിട്ട് കുഴയ്ക്കുക. വല്ലാതെ ലൂസുമല്ല, നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നതിനേക്കാൾ ഒന്നുകൂടി ഒന്ന് ലൂസായിട്ട് കുഴച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചെടുക്കട്ടെ നന്നായിട്ട്. അപ്പോൾ നമ്മുടെ മാവ് നമ്മളിതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ കുഴച്ചെടുത്തത്. അപ്പോൾ ഞാൻ ഈ പറയുന്ന വെള്ളത്തിൻ്റെ അളവ് തന്നെ ആവണമെന്നില്ല നിങ്ങൾ എടുക്കുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന പൊടിയുടെ ബ്രാൻഡിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം. പിന്നെ ഞാനിപ്പോൾ എടുത്തത് ഇടിയപ്പത്തിൻ്റെ പാകത്തിലുള്ള അരിപ്പൊടിയാണ് കേട്ടോ. ഇടിയപ്പത്തിൻ്റെ അല്ലെങ്കിൽ പത്തിരിയുടെ പാകത്തിലുള്ള അരിപ്പൊടി എടുക്കുക. പിന്നെ ഈ ഒരു പൊടിയുടെ കുഴച്ച പാകം എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് പൊടി എടുത്തിട്ട് നമ്മുടെ കൈയുടെ ഉൾഭാഗത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കുക. ദാ ഒട്ടും പൊട്ടലില്ലാതെ ഇങ്ങനെ ഉരുട്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്നത് കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു പാകത്തിൽ കുഴച്ചെടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവൊന്ന് സോഫ്റ്റായി വരാനാണ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ട് ഏറ്റവും ഇളം ചൂടുവെള്ളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുഴച്ചെടുക്കാം. ഇല്ലെങ്കിൽ നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കാം. ചൂടുവെള്ളത്തിൽ നല്ല ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിരിക്കട്ടെ. നമ്മുടെ മാവ് ഒരു 10 മിനിറ്റ് ആയിട്ട് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ സ്റ്റാറിൻ്റെ ചില്ലിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഫില്ല് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ഇടിയപ്പത്തിൻ്റെ മാവ് ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ കുറച്ചായിട്ട് ഫില്ല് ചെയ്ത് എണ്ണ ചൂടാക്കാൻ വെക്കുക കേട്ടോ ആദ്യം. അതിനുശേഷം മാത്രം ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് മുറുക്ക് കറക്റ്റായിട്ട് ചുറ്റിയെടുക്കാൻ കറക്റ്റാവും. ഇത് ചുറ്റിയിട്ടുള്ള മുറുക്കല്ല കേട്ടോ, നമ്മൾ വിട്ട് നിൽക്കുന്ന മുറുക്കില്ലേ, ആ ഒരു രീതിയിലാണ് ഈ ഒരു മുറുക്ക് ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ചുറ്റിയിട്ടുള്ള മുറുക്കാണെങ്കിൽ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലോ അല്ലെങ്കിൽ വാട്ടിയ വാഴയിലയിലോ ചുറ്റിയെടുക്കുക. അതിനുശേഷം മാത്രം മുറുക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ മുറുക്ക് ചുറ്റിയെടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടാൻ എളുപ്പമായിരിക്കും. അങ്ങനെ വാട്ടിയ വാഴയിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫില്ല് ചെയ്ത മിക്സ് നമ്മുടെ എണ്ണയിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്തെടുക്കട്ടെ. നമ്മളെപ്പോഴും മുറുക്കുണ്ടാക്കുമ്പോൾ കുറച്ച് വൈഡായിട്ടുള്ള പാൻ വെച്ചിട്ട് മുറുക്കുണ്ടാക്കുക. അതാണ് നമുക്ക് മുറുക്ക് ചുറ്റിയെടുക്കാനായിട്ടാണെങ്കിലും ചുറ്റിച്ചൊഴിക്കാനാണെങ്കിലും എപ്പോഴും നല്ലത്. ആദ്യം കുറച്ച് മാവിട്ട് കൊടുക്കുക. മാവ് ചൂടായി പൊങ്ങി വരുന്നുണ്ടെങ്കിൽ എണ്ണയുടെ ചൂട് കറക്റ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് മുറുക്ക് ചുറ്റി ഒഴിച്ചു കൊടുക്കാം. ചുറ്റിയോ നീളത്തിലോ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ഇട്ട് കൊടുക്കുക. മുറിഞ്ഞ് വീഴുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് മുറിച്ച് തന്നെ എടുക്കാനുള്ളതാണ്. ആദ്യമേ കുറേ ഇട്ട് കൊടുക്കരുത്, കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. കയ്യിലേക്ക് നന്നായിട്ട് ആവി അടിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കൈ മാറ്റി പിടിക്കുക കേട്ടോ, ഇല്ലെങ്കിൽ കൈ നന്നായിട്ട് പൊള്ളും. അപ്പോൾ ആദ്യം കുറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്ത് കോരിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ പൊള്ളി വരും, ആവി വേഗം തന്നെ അടിച്ചു വരും എണ്ണയിൽ നിന്ന്. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ വെക്കുക എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് പൊരിഞ്ഞ് വരട്ടെ. അത് കുക്കായി വന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് ഇട്ടിട്ട് ഉടനെ തന്നെ ഇളക്കരുത്. ഒന്ന് കുക്കായി പൊങ്ങി വന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് എണ്ണയുടെ പതയൊക്കെ ഒന്ന് അടങ്ങി വന്നു കഴിയുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുറുക്കിൻ്റെ ആ ഒരു എണ്ണയുടെ പതയൊക്കെ വറ്റി വരുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതൊക്കെ ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ബട്ടറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സോഫ്റ്റാണ് ഇത്. പക്ഷേ ഒന്ന് ചൂട് മാറി വരുമ്പോഴേ ക്രിസ്പി ആയി വരുള്ളൂ. ഇപ്പോൾ തന്നെ ക്രിസ്പി ആയിരിക്കില്ല കേട്ടോ. ചൂട് മാറി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്താലേ ക്രിസ്പി ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ചെറിയ പീസ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ട് ഉപ്പ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുക കേട്ടോ. കൂടുതൽ ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ, ഇല്ലെങ്കിൽ മാവിൻ്റെ ഉപ്പ് കറക്റ്റായിട്ട് നിൽക്കുകയാണെങ്കിലും അതിനേക്കാൾ ഒരു പൊടിക്ക് ഉപ്പ് കൂടുതലായിട്ട് വേണം മാവിൽ ഉപ്പ് ചെക്ക് ചെയ്യുമ്പോൾ ചേർക്കാനായിട്ട്. ഉപ്പ് എപ്പോഴും കൂടുതലായിട്ട് നിൽക്കണം, എങ്കിൽ നമ്മൾ എണ്ണയിൽ വറുത്ത് കോരുന്ന പലഹാരങ്ങൾക്ക് ഉപ്പ് കറക്റ്റ് ആവുള്ളൂ. ഇനിയിപ്പോൾ ഈ സൈഡും കൂടെ ഒന്ന് കുക്കായി വരട്ടെ. ഇത് ചീനച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ഇതുപോലെയുള്ള പലഹാരങ്ങൾ ഇതുപോലെ വട്ടത്തിലുള്ള കൂടുതൽ വൈഡായിട്ടുള്ള പാനുകളിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ സൈഡും കുക്കായി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ നുറുക്ക് കണ്ടോ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. എണ്ണയുടെ പതയൊക്കെ കുറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ഒരു കിലുങ്ങുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ കുക്കായി കഴിയുമ്പോൾ.
ഇത് ഇനി നമുക്കൊരു കിച്ചൺ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളത് ഞാൻ കോരിയെടുക്കട്ടെ. ഇനി അടുത്ത റൗണ്ടും ഇതുപോലെ തന്നെ നമുക്ക് നുറുക്ക് പിഴിഞ്ഞ് എണ്ണയിൽ ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. ഇത്ര സിമ്പിളാണ് നമ്മുടെ നുറുക്കിൻ്റെ പരിപാടി. അധികം ജോലിയൊന്നുമില്ല. ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കാണാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ നുറുക്കെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതാ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു മുറുക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കുട്ടികൾക്കും വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും വൈകിട്ട് 4 മണിക്ക് ചായ കുടിക്കുമ്പോൾ ഒരു ഗ്ലാസ് ചൂട് ചായയും ഈ ഒരു മുറുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ചായയൊക്കെ കുടിക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.